ഹലോ ഒരുവാൻ വെൽക്കം ബാക്ക്. നല്ല തിക്കായിട്ട് ഗ്രേവി വരുന്ന ബീഫ് കറിയുടെ റെസിപ്പി ആയാലും നമുക്കിന്ന് ആദ്യം തന്നെ 2 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ തക്കാളിയോടെ എടുക്കുക. അര തക്കാളി എടുക്കുന്നുള്ളൂ. തക്കാളി ഓപ്ഷനിലാണ്, പുളി വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കാം. പിന്നെ ഈ 4 സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ തന്നെ ചെറുള്ളി, ഇത് 4 കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, നല്ല ഫ്ലേവർ കിട്ടും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഉലുവയും അതുപോലെ തന്നെ പെരുംജീരകവും പൊട്ടിക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത സവാളയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും തക്കാളിയും കൂടെ ചേർക്കുക. നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ഒരു 4-5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും. ഇതെല്ലാം കൂടെ നമ്മൾ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ബീഫ് ഇട്ടാൽ മതി. ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു ഏലക്കായും അതുപോലെ തന്നെ പട്ടയും എടുത്തിട്ട് വെള്ളം കറക്റ്റ് ബീഫിൻ്റെ അളവ് വരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് 10 വിസിൽ വരെ നമ്മൾ ഒരു 10 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കുക. വിസിലെല്ലാം പോയതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ലാസ്റ്റ് വറവിടുന്ന സെക്ഷനിലാണ് താളിക്കുക. നിങ്ങളെന്താ പറയാറില്ല, താളിക്കുക. കറിവേപ്പിലയും നമ്മളെ ചെറിയുള്ളിയും വെച്ചിട്ട് താളിക്കുക. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ കറി നമ്മൾ പിറ്റത്തെ ദിവസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.